ആ സമയത്ത് ഉമ്മഹാനി റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി ഹദീസിൽ കാണാം. അബൂബക്കറേ ഉമറേ ഞാൻ കരയുന്നത് എന്തിനാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ വിട പറഞ്ഞു പോയത് കൊണ്ട് മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബ് വിട പറയുമെന്ന് നമുക്കെല്ലാം ഉറപ്പല്ലേ. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലതു മിൻ ഖബലിഹി الرسل അഫഇമ്മാ തൗകുതിൻ കലബതും അലാ അഖാബികും വമൻ ينقلب على عقبيه فلن يضر الله شيئا. ഈ ലോകത്തിന്റെ തുടക്കം മുതൽ അവസാനം വന്ന സർവ്വപ്രവാചകന്മാരും ഇവിടെ നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലൊരു പ്രവാചകൻ മാത്രമാണ്. അല്ലാഹുവിന്റെ റസൂലും ഇവിടെ നിന്ന് വിട പറയുമെന്ന സത്യം അല്ലാഹു തന്നെ നേരത്തെ നമ്മളോട് പറഞ്ഞ് പരിശീലിപ്പിച്ചതല്ലേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വിട പറയുമെന്ന് നമുക്ക് ഉറപ്പാണല്ലോ. പിന്നെ ഞാൻ എന്തിനാ കരയുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് വിട പറഞ്ഞ ദുഃഖത്താൽ മാത്രമല്ല, അബൂബക്കറേ ഉമറേ അല്ലാഹുവിന്റെ റസൂൽ എന്ന മഹാസൗഭാഗ്യം നമ്മുടെ ഇടയിൽ നിന്ന് വിട പറഞ്ഞപ്പോ അതോടൊപ്പം തന്നെ നമ്മുടെ വേറൊരു ഭാഗ്യവും വിട പറഞ്ഞില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ മാത്രമല്ല ഓരോ മഹാ അനുഗ്രഹം നമുക്ക് അതോടുകൂടെ വിട പറഞ്ഞു പോയില്ലേ. അതെന്തെന്നറിയോ? കദിക്കത്തെ വഹ്യു മിനസ്സമാ ഇനി ആകാശത്തിൽ നിന്ന് ജിബ്രീൽ വരില്ലല്ലോ അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ റസൂൽ വിട പറഞ്ഞതോടുകൂടി ഇനി ആകാശത്തിൽ നിന്ന് ജിബ്രീൽ ഖുർആനാഥമായി വരില്ലല്ലോ. ഇനി ആ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ ഈ മദീനത്തേക്ക് വരില്ലല്ലോ. ഇനി ജിബ്രീലിനെ കാണാൻ കഴിയില്ലല്ലോ. ഇനി ആകാശത്തിൽ നിന്ന് മണിനാദം വരില്ലല്ലോ. കസൽസലത്തിൽ ജറസി മണിനാദം മുഴങ്ങുന്നത് പോലെ അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഖുർആന്റെ നാദവീതിയുമായി മദീനത്തിന്റെ മണൽത്തരികളെ കോൾമയിൽ കൊള്ളിപ്പിച്ചു കൊണ്ടുവന്ന റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ ഇസ്ലാമിക സമൂഹത്തിൽ ഏത് പ്രശ്നമുണ്ടായ, ഏത് പ്രയാസമുണ്ടായ ആ സമയത്ത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് നബിയേ 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 പറയ് നബിയേ പറയ് നബിയേ എന്ന് പറഞ്ഞ് സാന്ത്വനത്തിന്റെ ശാശ്വത തീരവുമായി നമ്മളിലേക്ക് വന്ന ജിബ്രീലിനെ വരില്ലല്ലോ അലൈഹിസ്സലാത്തു വസ്സലാം. കദിക്കത്തെ വഹ്യു മിനസ്സമാ വഹീന്റെ ബന്ധം നിലച്ചല്ലോ നോക്കിട്ടാണ് ഞാൻ പൊട്ടിക്കരയുന്നതെന്ന് ബഹുമാനപ്പെട്ട ബീവി ഉമ്മഹാനി റളിയല്ലാഹു അൻഹ പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മലായികത്തിനെ കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോ മലായികത്തുകളുടെ നേതാവാണ് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ. മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമായി ഇസ്ലാമിക സമൂഹത്തിന് നൽകിയടാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്ത് നിന്ന് വരിക. അതൊരനുഗ്രഹമല്ലയോ? അതൊരഭിലാഷമല്ലയോ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സമാധാനം നഷ്ടപ്പെട്ടു പോയ കാലുഷ്യ ലോകത്തിന്റെ കാപാലികരുടെ നടുവിലേക്ക് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ കലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ആദ്യ പ്രഥമ പഞ്ചസൂക്തങ്ങളുമായി ജബൽ നൂർ പർവതത്തിന്റെ അടിവാരത്തിലേക്ക് ഇരുൾമുട്ടിയ മക്കാ ലോകത്തിന് പ്രകാശം നൽകാൻ അവതരിപ്പിക്കപ്പെട്ട് പിന്നീട് 23 വർഷക്കാലമായി മക്കയിലായി, മദീനയിലായി, മലഞ്ചെരിവിലായി, വീട്ടിലായി, ആയിഷയുടെ മടിയിൽ തലവെക്കുമ്പോഴായി റളിയല്ലാഹു അൻഹാ, പള്ളിയിൽ ഇരിക്കുമ്പോഴായി, നിസ്കാരത്തിന് നിൽക്കുമ്പോഴായി, സഹാബത്തിനോട് ഭാഷണം ചെയ്യുമ്പോ എല്ലാ സമയത്തും മുറ്റത്ത്, എല്ലാ സമയത്തും നെറ്റിത്തടത്തിൽ വിയർപ്പ് കണ്ണങ്ങളുമായി 23 വർഷക്കാലം ഓരോ സമയത്ത് ഓരോ സൂറത്തുകളായി, ആയത്തുകളായി, ഏറ്റവും അവസാനം വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്
ഓ തിരുദൂതരെ, 23 വർഷക്കാലത്തെ ഖുർആൻ എന്ന ധാർമ്മിക വിപ്ലവത്തിന് പരിസമാപ്തി കുറിച്ചുണ്ട്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഈ ഖുർആന്റെ 6666 ആയത്തുകളുടെ ആകത്തുക എന്താ? നാളെ പടച്ചറപ്പിന്റെ അടുക്കലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ ഭയന്നേ മണ്ണിന്റെ മുകളിൽ ജീവിക്കാവൂ എന്ന് അടിമകളോട് പറയണേ നബിയേ എന്ന് പറഞ്ഞ അവസാനത്തെ ആയത്തിറക്കി അല്ലാഹുവിന്റെ റസൂലിന്റെ വിട പറയലോടുകൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ വിട പറയലോട് ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് തിരിച്ചുപോയി. ഈ ലോകത്തിന്റെ അനുഗ്രഹമേ 1,24,000 പരം വരുന്ന പ്രവാചക ശൃംഖലകൾക്ക് ആകാശലോകത്തിന്റെ ഭൂമിയുടെ ഭുവനത്തിന്റെ ഗഗനത്തിന്റെ ആകാശത്തിന്റെ നക്ഷത്രത്തിന്റെ ഗോളങ്ങളുടെ മനുഷ്യരുടെ മാമലകളുടെ എല്ലാത്തിന്റെയും സിദ്ധാവായ പടച്ചതമ്പുരാന് സന്ദേശങ്ങൾ മുഴുവനും ആകാശത്ത് നിന്ന് ഭൂമിയിലോട്ട് പകർന്നു കൊടുത്ത ഏറ്റവും വലിയ മാധ്യമമേ റൂഹുൽ അമീനു മലക്ക് ജിബ്രീൽ. പഠിക്കാതിരിക്കാൻ കഴിയോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഈ ഖുർആന്റെ ആയത്തുകൾ, ഈ ഹദീസുകൾ, ലക്ഷത്തിൽ പരം വരുന്ന ഹദീസുകൾ ആര് പറഞ്ഞു കൊടുത്തതാണ്? ഖുർആൻ മാത്രമല്ല, ഹദീസുകളും ജിബ്രീൽ പറഞ്ഞു കൊടുത്തതല്ലയോ? ലക്ഷത്തിൽ പരന്ന ഹദീസുകൾ പഠിച്ചുകൊള്ളുക. ഖുർആൻ മാത്രമല്ല, ഹദീസ് അങ്ങനെ തള്ളിക്കളയാനുള്ളതല്ല. അത് ജിബ്രീൽ പറഞ്ഞു കൊടുത്തതാണ്. ജിബ്രീൽ പറഞ്ഞു കൊടുത്തതാണ് അലൈഹിസ്സലാത്തു വസ്സലാം. ലക്ഷക്കണക്കിന് ഹദീസുകൾ പറയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തുടക്കം മുതൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടം വരെ 14 നൂറ്റാണ്ടുകൾ, 6 നൂറ്റാണ്ടുകളോളം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വരികയും പോവുകയും ചെയ്തു. ആരെന്നറിയോ? മുഖറബുൽ അംലാക്ക് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ ജിബ്രീലിനെ പഠിക്കണ്ടയോ? ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറിയണ്ടയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തോടെ ജിബ്രീൽ തിരിച്ചുപോയി. ഇനി ജിബ്രീൽ ഭൂമിയിലേക്ക് വരുമോ അലൈഹിസ്സലാത്തു വസ്സലാം? ഇനി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ വരുമോ? ഈ ചെറുക്കളയിൽ വരുമോ? വരും സഹോദരങ്ങളെ. എപ്പോഴെന്നറിയോ? ആണ്ടിലൊരു പ്രാവശ്യം, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ജിബ്രീൽ വരും ഈ ഭൂമിയിലേക്ക്. എപ്പോഴെന്നറിയോ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ആണ്ടിലൊരു രാത്രിയുണ്ടത്രേ. അത് റമളാനിലാണത്രേ. അത് അവസാനത്തെ 10-നാണത്രേ. ആ രാത്രിയിൽ ആകാശലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ഈ ലോക മനുഷ്യന് സമാധാനത്തിന്റെ കൊളുത്തങ്ങളായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമത്രേ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ.